അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ. ഇത് ജുനൈസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ മരണം കടന്നു വരുന്നത്. പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മരണം വരിക എന്ന്. പല അധ്യാപനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാകും. തിരുവനന്തപുരം പക്ഷേ ഈ ഒരു മരണം കാണുമ്പോൾ, ജുനൈസിൻ്റെ മരണം നമ്മിലേക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ എത്ര സത്യമാണ് ആ ഒരു വാക്യം, ആ ഓരോ വാക്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒരിക്കലും തന്നെ ഞാൻ ഈ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഞാൻ പിടഞ്ഞ് ഈ സ്റ്റേജിൽ തന്നെ വീഴുമെന്ന് ആ ഒരു ചെറുപ്പക്കാരന് അറിയില്ലായിരുന്നു, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് പോലും ശരീരത്തിന് അസ്വസ്ഥതകളില്ല, ക്ഷീണങ്ങളില്ല, പ്രയാസങ്ങളില്ല. പക്ഷേ മരണം അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിലേക്ക് വന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞതുമില്ല. പരിശുദ്ധമായ ദീൻ നമ്മെ മരണത്തെക്കുറിച്ച് പല രൂപത്തിലായിട്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ, മനുഷ്യരായ നമ്മളൊക്കെ ആടുകയാണ്, പാടുകയാണ്, ആടിത്തിമർക്കുക. എല്ലാ മുന്നറിയിപ്പുകളും പരിശുദ്ധമായ ദീൻ നമുക്ക് തരുമ്പോൾ അതിനെയൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിലാണ് മനുഷ്യരായ നമ്മൾ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ബോധം നൽകട്ടെ. ഇദ്ദേഹം PV അൻവറിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോ അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ജോലിക്കാരനായിരുന്നു. ഇന്ന് നിയമസഭയിൽ ജോലിയുണ്ട്. ആ നിയമസഭയിലെ ജോലിക്കാരാണ് എല്ലാവരും നിൽക്കുന്നത്. അദ്ദേഹം ഡാൻസ് കളിച്ച് താഴെ പെട്ടെന്ന് തളർന്നു വീഴുമ്പോൾ കൂടെയുള്ള ആളുകളൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. കാരണം അദ്ദേഹം ആ ഒരു ഡാൻസിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്ന ആളാണ്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം അവിടെ നിന്ന് വീഴുന്ന സമയത്ത് അവരൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഡാൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആരും പെട്ടെന്ന് അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതിരുന്നത്. സത്യം പറഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണ അവസ്ഥയാണ് എല്ലാവരും കാണുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇന്ന് നമ്മൾ പാട്ട് തന്നെ ചോദിക്കുകയാണ്, ഏത് മൂഡ്, ഡ്രസ്സ് മൂഡ്, സാരി മൂഡ്, ഓണം മൂഡ്, അല്ലേ? ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെയൊക്കെ മൂടുള്ളത്. പക്ഷേ മരണം എന്നുള്ള ഒരു ബോധം, ആ ഒരു മൂഡ് നമുക്കില്ല. നമ്മൾ അറിയാതെ പോവുകയാണ് മരണത്തെ, മരണചിന്തയെ. നമ്മൾ പരിശുദ്ധ ദീൻ നമ്മോട് പലതും പറയുമ്പോൾ നമ്മളൊക്കെ അതിനെ അവഗണിക്കുന്നവരാണ്, കൂടെ ചേർക്കാത്തവരാണ്, ഒരിക്കലും ചേർത്ത് പിടിക്കാത്തവരാണ്. പക്ഷേ ആ പരിശുദ്ധമായ ദീൻ നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ എത്ര വലിയ സത്യമാണ്, സത്യസന്ധമാണ് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൽ റബ്ബിനെ മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ചിട്ട്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കണം. നമുക്ക് നല്ലൊരു മരണമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കൂട്ടുകാരും കൂടപ്പിറപ്പുകളും എല്ലാവരും നല്ലത് പറയുന്ന ഒരു മരണം. ഭൂമിയിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ മുഴുവനും ചിരിച്ചു. കാരണം ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവരെല്ലാവരും. ഇന്ന് നമ്മൾ മരിച്ചാൽ ആ ചിരിച്ച ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ചിരിക്കണം. അവർ ചിരിച്ചപ്പോൾ നമ്മൾ കരയുകയായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ഭൂമിയിലേക്ക് വന്നത്, അല്ലേ? കൈ ചുരുട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അപ്പോൾ അവരൊക്കെ ചിരിച്ചു, കാരണം സന്തോഷം കൊണ്ട്. ഇന്ന് നമ്മളിവിടുന്ന് വിട പറയുമ്പോൾ എല്ലാവർക്കും ഇവിടുന്ന് സങ്കടം വരണം. അവൻ പോയല്ലോ, അവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു, എത്ര ആനന്ദമായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം, മറ്റുള്ളവർക്ക് കഴിയണം. അത് കണ്ട് നമ്മൾ നന്മകൾ ചെയ്ത് റബ്ബ് നമുക്ക് പ്രതിഫലം നൽകിയതിൻ്റെ അടയാളമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പുഞ്ചിരിച്ച് മുഖത്ത് ചിരിക്കുന്നവരായിട്ട് കിടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് നമ്മൾ കിടക്കണം. അങ്ങനത്തെ ഒരു മരണമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. റബ്ബ് നമുക്കെല്ലാവർക്കും അങ്ങനത്തെ മരണം നൽകട്ടെ. നമ്മുടെ മരണത്തെക്കുറിച്ച്, നമ്മുടെ മയ്യത്തിനെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണം. നമ്മൾ മരിക്കുന്നത് ഒരു നല്ല സ്ഥലത്ത് വെച്ചായിട്ട് ആയിരിക്കണം, അല്ലേ? നല്ല സ്ഥലത്ത് വെച്ച് ആവുക എന്നതും മരണത്തിൻ്റെ ഒരു പവിത്രതയാണ്. റബ്ബിനെ മനസ്സിലാക്കുന്നൊരു സ്ഥലത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നൊരു സ്ഥലത്ത്, ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരുന്നൊരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു മരണമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ സ്ഥിരതാമസക്കാരനല്ല, നമ്മളിവിടെ അതിഥിയായിട്ട് കടന്നു വരുന്നവനാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ മരണം പിടികൂടാം, ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ മരിക്കാം, അല്ലേ? ആ ഒരു ചിന്തയിലും ഭാവത്തിലും രൂപത്തിലുമാകണം ദുനിയാവിലൂടെ നമ്മൾ നടക്കാൻ.
അള്ളാഹു താല നമുക്കതിൻ്റെ തോഫീക്ക് നൽകട്ടെ. ജീവിതത്തിൽ നല്ല മരണം അള്ളാഹു താല നൽകട്ടെ. ആ ജുനൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹു താല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു താല കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. അള്ളാഹു താല ജീവിതത്തിൽ എന്ത് പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും റബ്ബത് പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.